മിസ്റ്റർ റോങ് നമ്പർ ഭാഗം 2. ഹലോ അമ്മ, കേൾക്കാമോ? ആ കേൾക്കാം. ക്ലാസ്സൊക്കെ തുടങ്ങിയോ? ഇന്ന് മുതൽ തുടങ്ങി. അപ്പ വന്നോ? ഇല്ല, 8 മണിയൊക്കെ ആകില്ലേ. നീ കഴിച്ചോ മോളെ? കഴിച്ചു അമ്മ. അപ്പ വരാത്തതുകൊണ്ട് നിങ്ങൾ കഴിച്ചില്ല അല്ലേ? ആ ഇല്ല. നടുവേദന എങ്ങനെയുണ്ടമ്മ? അല്പം കുറവുണ്ട്. ആമി അബി എവിടെ? ദേ ഇവിടെ ഉണ്ട്. ഇങ്ങ് താ അമ്മേ. ആമി ഫോൺ തട്ടിപ്പറിച്ച് പറയുന്നത് കേട്ട് വാമി ഒന്ന് ചിരിച്ചു. ഉണ്ണിയേച്ചി? ആ മോളെ സ്പീക്കറിലിട്. അബി എവിടെ? ഞാൻ ഇവിടെ ഉണ്ട് ചേച്ചി. രണ്ടുപേരും പഠിക്കുന്നുണ്ടോ? ഉണ്ട് ചേച്ചി. രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു. അമ്മയെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിക്കരുത്. രാവിലെ എഴുന്നേക്കണം കേട്ടോ. രണ്ടുപേരും മൂളി. കറി ഇളക്കി വെക്കുന്നതിനിടയിൽ വാമി പറഞ്ഞത് കേട്ട് ശോഭന ഒന്ന് തിരിഞ്ഞു നോക്കി നെടുവീർപ്പിട്ടു. എങ്കിൽ ശരി, രാവിലെ അപ്പായെ വിളിച്ചോളാം. ശരി ചേച്ചി, ഗുഡ് നൈറ്റ്. ഫോൺ കട്ടാക്കി വെച്ചിട്ട് നോക്കുമ്പോൾ സഞ്ജന അടുത്ത റൂമിലെ ചേച്ചിയുടെ കൂടെ സംസാരിച്ച് റൂമിലേക്ക് വന്നു. ഡി, രാവിലെ മറ്റേ വഴക്കുണ്ടാക്കിയ ചേട്ടൻ ഈ ചേച്ചിയുടെ ക്ലാസ്സിലാ. ഇത് രേഷ്മ ചേച്ചി. സഞ്ജന തന്നെ പരിചയപ്പെടുത്തി തന്നു. വാമിക, താൻ അവൻ പറയുന്നത് അങ്ങ് ചെയ്തേക്ക്. അവനൊരു പ്രത്യേക ടൈപ്പാണ്. അവന്റെ പുറകെ ഒരുപാട് പെൺകുട്ടികൾ നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ അസൂയോടെയാ മറ്റു പെൺകുട്ടികൾ തന്നെ നോക്കുന്നത്. അവൻ അത്രയ്ക്കും വലിയ പുള്ളിയാണോ? കോളേജിൽ എപ്പോൾ അടിയുണ്ടായാലും മുന്നിൽ കാണും. അതുപോലെ എന്തിനും. അവൻ ആരായാലും എനിക്കൊന്നുമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. പറഞ്ഞിട്ട് ആ ചേച്ചി ഇറങ്ങിപ്പോയി. സഞ്ജന കയറി കിടന്നു. നാളെ എന്താ നിന്റെ തീരുമാനം? കിടന്നുകൊണ്ട് തന്നെ അവൾ ചോദിച്ചു. ഫോണിൽ മെസ്സേജ് വരുന്ന ശബ്ദം കേട്ട് സഞ്ജന ഒന്ന് നോക്കിയിട്ട് ഫോൺ എടുത്തു നോക്കി. ഹായ്. ബ്ലോക്ക് ആക്കരുത്. രണ്ടും കൽപ്പിച്ച് തിരിച്ച് മെസ്സേജ് അയച്ചു. തനിക്ക് എന്താ വേണ്ടത്? ഇനി എന്റെ ഫോണിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ ഞാൻ പോലീസിൽ കൊണ്ട് കംപ്ലൈന്റ് ചെയ്യും. എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് നേരം പോക്കിന് സമയമില്ല. ദയവേത് ഉപദ്രവിക്കരുത്. അത്രയും മാത്രം പറഞ്ഞ് മെസ്സേജ് സെൻഡ് ചെയ്തു. തിരിച്ച് മറുപടിയൊന്നും വരാതിരുന്നത് ഒരു ആശ്വാസമായിരുന്നു. ശല്യം ഒഴിഞ്ഞു പോയല്ലോ എന്ന് ഓർത്തു. എന്തായാലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫോൺ എടുത്ത് മാറ്റിവെച്ച് കുറച്ചു നേരം പഠിച്ചു. എന്നിട്ട് കയറി കിടന്നു. അപ്പോഴേക്കും സഞ്ജന ഉറക്കം പിടിച്ചിരുന്നു. ആ പെൺകൊച്ച ആള് കൊള്ളാലോ അപ്പു. അവളൊരു പാവ അച്ചേ. ഒരു തനി നാടൻ. ഒരു പാവപ്പെട്ട വീട്ടിലെ. പിന്നെ കാണാനൊക്കെ സൂപ്പറാ. നിറയെ മുടിയൊക്കെ ആയിട്ട്. ചപ്പാത്തി മുറിച്ച് കറിയിൽ മുക്കി വായിലേക്ക് വെച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. ഇന്ന് കോളേജിൽ നടന്ന സംഭവം എല്ലാം വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു അപ്പു. നാളെ നിന്റെ ഏട്ടൻ അവളെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിക്കോ? ആ ചെയ്യിക്കും. പുറകിൽ നിന്ന് ആദിയുടെ ശബ്ദം കേട്ട് ശ്യാമ നാവ് കടിച്ചു. വേണ്ട ആദി, അതൊരു പാവം കുട്ടിയാന്നാ അപ്പു പറയുന്നത്. പോരാത്തതിന് അവന്റെ ഫ്രണ്ടും. മഹേന്ദ്രൻ പറഞ്ഞു. പാവം, കഴുത്തിന് ചുറ്റും നാവാ. പിന്നെ നീ എന്താ പറഞ്ഞേ? അവള് ബ്രാഹ്മണാണെന്നോ? പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഒരു അടക്കം ഒതുക്കും അവളുടെ നാവിനില്ല. കൈ കഴുകി ചെയർ വലിച്ചിട്ടിരുന്ന് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ച് ചപ്പാത്തി വിളമ്പിക്കൊണ്ടവൻ പറഞ്ഞു. ശ്യാമ കറി അവന് നീക്കി വെച്ചു കൊടുത്തു. വലിയ പ്രശ്നത്തിനൊന്നും പോണ്ട. അത്രമാത്രം പറഞ്ഞ് മഹേന്ദ്രൻ എഴുന്നേറ്റ് കൈ കഴുകി. രാവിലെ നേരത്തെ എഴുന്നേൽക്കും. അത് പതിവാണ്. വീട്ടിലും അപ്പായും അമ്മയും നേരത്തെ എഴുന്നേൽക്കും. അപ്പ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകും. തിരികെ വന്നിട്ട് കടയിലേക്ക് പോകും. സ്വന്തം കടയൊന്നുമല്ല, ഒരു പലചരക്ക് കടയിൽ ജോലിക്ക് നിൽക്കുവാണ്. അതാണ് കുടുംബത്തിന്റെ ആകെ വരുമാനം. അമ്മയുടെ ചികിത്സ, വീട്ടുചെലവ്, ഇപ്പം ഹോസ്റ്റൽ ഫീ എല്ലാം അപ്പയുടെ വരുമാനത്തിൽ നിന്ന് നോക്കണം. ഗ്രാമത്തിൽ നിന്ന് അധികം അങ്ങനെ ആരും പട്ടണത്തിൽ വന്ന് പഠിച്ചിട്ടില്ല. +2 ഫുൾ മാർക്ക് ഉണ്ടായിരുന്നിട്ടും പട്ടണത്തിൽ അയച്ച് പഠിപ്പിക്കാൻ അപ്പായ്ക്ക് താല്പര്യമില്ലായിരുന്നു. +2 പഠിച്ച സ്കൂളിലെ സാറന്മാര് അപ്പായോട് പഠിപ്പിക്കാൻ വിടണം, പണം അവര് ചെലവാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞതാണ്. അപ്പായുടെ അഭിമാനം അതിന് സമ്മതിച്ചില്ല. സഞ്ജനയുള്ളതുകൊണ്ട് വിട്ടു. അപ്പ തമിഴാണ്, ബ്രാഹ്മൺ. അപ്പായുടെ ശീലങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അമ്മ ഒരു ഈഴവ. സ്നേഹിച്ചിറങ്ങി വന്നതാണ് രണ്ടുപേരും സ്വർണപുരിയിലേക്ക്. ഇപ്പം ബന്ധുക്കാരും സ്വന്തക്കാരും ഒന്നുമില്ല. നാളെ മുതൽ അപർണയും ഹോസ്റ്റലിൽ ഞങ്ങളോടൊപ്പം കാണും. കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ചെറിയൊരു ഗണേശ വിഗ്രഹം. അതിനു മുന്നിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചു. നീ എഴുന്നേറ്റോ? മൂരി നിവർന്ന് സഞ്ജന എഴുന്നേറ്റു. എങ്ങനെ ഇത്ര നേരത്തെ എഴുന്നേറ്റ് കുളിക്കുന്ന പെണ്ണേ നീ? എനിക്കെങ്ങും മേല. വൈകിട്ട് എങ്ങനെ കുളിക്കാം. പുതപ്പ് മാറ്റി എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് കയറുന്നതിനിടയിൽ സഞ്ജന പറഞ്ഞു. കോളേജിലേക്ക് കയറിയപ്പോൾ തന്നെ ചുറ്റുമൊന്ന് കണ്ണുകൾ ഓടിച്ചു. ഭാഗ്യം അവനില്ല. നീ എന്താടി ഈ നോക്കുന്നത്? ഞാൻ നോക്കുന്ന പോലെ തന്നെ ചുറ്റും നോക്കി സഞ്ജന ചോദിച്ചു. അല്ലടി, ആ അദ്വിക്ക് പേടിയുണ്ടല്ലേ? ഒന്ന് പോടി പറഞ്ഞ് മുന്നോട്ട് നടന്നു. എന്റെ വാമി, ആ പട്ടിക്കാട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോഴേലും നിനക്ക് കുറച്ച് മോഡേൺ ഡ്രസ്സ് ധരിച്ചൂടെ? ചുരിദാറ്, ധാവണി, ധാവണി, ചുരിദാറ്. അപ്പക്ക് അതൊന്നും ഇഷ്ടമല്ല.
ഇവിടെ എന്താ നിന്റെ അപ്പ കാണുന്നോ? അപ്പ പറയുന്നത് അവനവന് ചേരുന്നതും ശരീരം മറയ്ക്കുന്നതായ ഡ്രസ്സുകൾ മാത്രമേ ധരിക്കാവൂന്നാ. മറ്റുള്ളവരെ കാണിക്കാനും പ്രലോഭിപ്പിക്കാനുമായിട്ട് വേഷം ധരിക്കരുതെന്നാ. ഞാനൊന്നും പറഞ്ഞില്ലേ, അവൾ കൈകൾ തൊഴുതു പറഞ്ഞ് മുന്നേ നടന്നു. വാഗമരത്തിന്റെ ചുവട്ടിലെ സിമന്റ് ബെഞ്ചിലിരിക്കുന്ന ആദിലിന്റെയും വരുണിന്റെയും അടുത്തേക്ക് നടന്നു. സഞ്ജന അത്യാവശ്യം മോഡേണാണ്. പുതിയ പുതിയ മോഡൽ വസ്ത്രങ്ങൾ ഇറങ്ങുന്നതേ അവൾ വാങ്ങിപ്പിക്കും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെയാണ്. ഓർമ്മ വെച്ച നാൾ മുതലുള്ള സൗഹൃദം. ഇന്നലെ അത്രയും പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു ആ റോങ് നമ്പർ പിന്നെ വിളിയോ മെസ്സേജോ ഒന്നുമില്ല. കുറച്ചുകൂടെ നേരത്തെ പറയേണ്ടതായിരുന്നു. എന്താണ് മാമി ഇത്ര ആലോചന? ആദിൽ ചോദിച്ചു. അവൾ സഞ്ജനയുടെ അടുത്തേക്കിരുന്നു. ഇവള് മറ്റേ ആ ചേട്ടനെ കാണാത്തതിന്റെ ആശ്വാസത്തിലാ, സഞ്ജന പറഞ്ഞു. അദ്ദിക്കേട്ടൻ ഇന്ന് ലീവാ അല്ലേടാ? വരുൺ ആദിലിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. ആദിൽ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ച് പല്ല് കടിച്ച് വരുണിനെ ഒന്ന് നോക്കി. ആ, ഇന്നിവിടെ കണ്ടില്ല, ലീവാകും. സഞ്ജനയുടെയും മാമിയുടെയും നോട്ടം കണ്ട് ആദിൽ പറഞ്ഞു. ആ ആ അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അച്ഛനോട് പറഞ്ഞ് ഒരു വിധത്തിലാണ് ഏട്ടനെ ഇന്ന് ലീവ് എടുപ്പിച്ചത്. ഓഫീസിലെ എന്തോ ആവശ്യം ഏൽപ്പിച്ചു. ഇനി 2 ദിവസം ലീവാണ്. അപ്പോഴേക്കും ഏട്ടനെല്ലാം മറന്നോളും. മാമിക, പുറകിൽ നിന്നുള്ള വിളി കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. എന്റെ പേര് മഹി. ഇന്നലെ അദ്വിക്കിനെ കളിയാക്കി വിളിക്കുന്നത് താൻ കണ്ടിരുന്നത് അവൾ ഓർത്തു. താൻ അദ്വിക്കിന് നല്ല മറുപടി കൊടുത്തത് നന്നായി. ഇനിയും അങ്ങനെ തന്നെ നിന്നോണം. ഞാനും തന്റെ കൂടെ കാണും. ഇടം കാണാൽ ആദിലിനെ നോക്കി മഹി പറഞ്ഞു. ചേട്ടാ, നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. പിന്നെ എനിക്കറിയാം എന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ. അത്രമാത്രം പറഞ്ഞവൾ എഴുന്നേറ്റ് പോയി. പിറകെ ആദിൽ മഹി ഒന്ന് നോക്കി പുച്ഛിച്ച് നടന്നുപോയി. ഇവള് നീ വിചാരിക്കുന്ന പോലെ വീഴുന്ന ടൈപ്പല്ലടാ. നടന്നു പോകുന്ന വാമിയെ നോക്കി അൻഡോ മഹിയോട് പറഞ്ഞു. 2 ദിവസം ലീവായതുകൊണ്ട് വീട്ടിലേക്ക് പോവുക, വാമിയും സഞ്ജനയും കൂടി. അപ്പായി വിളിച്ചോ നീ? ബസ്സിലേക്ക് കയറിയിരിക്കുന്നതിനിടയിൽ സഞ്ജന ചോദിച്ചു. വിളിച്ചു, സിറ്റിയിൽ വന്ന് നിൽക്കും. പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു. ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. നിലാവെളിച്ചം ചെറുതായി കാണാം. റോഡിലൂടെ ചീറിപ്പാഞ്ഞ് കടന്നു പോകുന്ന വാഹനങ്ങൾ. തല ചായ്ച്ച് സീറ്റിലേക്കിരുന്നു. കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിഴകളെ മാടി ഒതുക്കി പുറത്തെ കാഴ്ചകളിലേക്ക് തന്നെ അവൾ ശ്രദ്ധ കൊടുത്തു. സിറ്റിയിൽ തന്നെ കടത്തിനയിലെ ഒരു ടോർച്ചും പിടിച്ച് അപ്പ നിൽപ്പുണ്ട്. തൊട്ടപ്പുറത്ത് സഞ്ജനയുടെ അച്ഛനും. അപ്പ അധികം സംസാരിക്കില്ല. സഞ്ജനയുടെ അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പ മുന്നോട്ട് നടന്നു. സഞ്ജനയെ നോക്കി തല അണക്കി അപ്പായുടെ പിറകെ നടന്നു. സഞ്ജനയെ അവളുടെ അച്ഛൻ ഓട്ടോ വിളിച്ച് കൊണ്ടുപോകുന്നത് കണ്ടു. അവർ വേറെ റൂട്ടാണ്. അപ്പ ഒന്നും സംസാരിക്കാതെ നടന്നു പോകുന്നതിന്റെ ഒപ്പം താനും നടന്നു. ടോർച്ച് തെളിച്ച് കുറെ ദൂരം നടന്ന് റോഡിൽ നിന്ന് ഇടവഴി കയറി. ചെമ്പരത്തി വേലി ചുറ്റും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. അതിനിടയിലൂടെ കടക്കുമ്പോൾ കാണുന്ന ചെറിയ വീട്. 2 റൂമും ഹാളും അടുക്കളയും. തറയൊക്കെ പരുക്കനാണ്. ചുടുകട്ട കൊണ്ട് തീർത്ത് ഓടിട്ട ഒരു പഴയ വീട്. ടോർച്ച് വെട്ടം കണ്ടതേ ആമിയും അഭിയും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ചേച്ചി, അകത്തേക്ക് കയറ് പിള്ളേരെ, അമ്മ വന്ന് പറഞ്ഞു. ഞാൻ റൂമിലേക്ക് പോയി. പിറകെ 2 ഉണ്ട്. അമ്മയും വന്നു. വിശേഷങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞും അല്പനേരം. പതിയെയാണ് വീട്ടിൽ സംസാരം. അപ്പായെ ഭയമാണ്. നീ പോയി കുളിച്ചിട്ട് വാ മോളെ, അമ്മ കഴിക്കാൻ എടുക്കാം. കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് അടുക്കള വഴി പുറത്തേക്കിറങ്ങി. അടുക്കള വശത്താണ് കുളിപ്പുര. കുളി കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ ആമി തന്റെ ഫോൺ എടുത്ത് കാര്യമായ പണിയിലാണ്. എന്നെ കണ്ടതേ തല ഉയർത്തി നോക്കി. ഉണ്ണീച്ചിയുടെ ഫ്രണ്ട് മെസ്സേജ് അയച്ചു, ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ആര്? സഞ്ജനയോ? അല്ല, പിന്നെ അപർണ സേവ് ചെയ്ത നമ്പറാണോ? തലമുടി കോതുന്നതിനിടയിൽ ആമിയെ നോക്കി ചോദിച്ചു. അല്ല ചേച്ചി, പേരൊന്നുമില്ല. പേരില്ലേ? പറഞ്ഞവൾ വന്ന് ഫോൺ വാങ്ങി. റോങ് നമ്പർ. ഷോ, അവൾ നെറ്റി തടവി. എന്താ ചേച്ചി? നീ എന്തിനാ ആമി ഫോൺ എടുത്ത് പണിയുന്നത്? ശബ്ദം താഴ്ത്തി ആമിയെ വാമി ശകായിച്ചു. വാമി ഫോണിലേക്ക് നോക്കി. ഹായ് തുടങ്ങി കുറേയധികം മെസ്സേജുകൾ പരസ്പരം അയച്ചിരിക്കുന്നു. പിന്നെയും മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവമേ, ഇനി എന്ത് ചെയ്യും? തലയിൽ കൈവച്ചു. നമ്പർ ബ്ലോക്കാക്കി. എന്നാലും ഉടനെ അടുത്ത നമ്പറിൽ നിന്ന് വിളി വരുമല്ലോ. ഇയാൾക്കിനി വല്ല സിം വെച്ചോടോ ആണോ? ആലോചിച്ചുകൊണ്ട് തല ചരിച്ചു നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന ആമിയെ. അവളുടെ നേരെ തിരിഞ്ഞു. മേലാൽ ഫോൺ എടുത്ത് പണിതാൽ പറഞ്ഞില്ലെന്ന് വേണ്ട. ആരുടെ നമ്പർ കണ്ടാലും നീ മെസ്സേജ് അയക്കോടി. ചേച്ചിയുടെ ഫ്രണ്ടായോണ്ട് തല ചൊറിഞ്ഞ് ആമി പറഞ്ഞു. ചേച്ചിയുടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പൊക്കോ അപ്പുറത്ത്. അവൾ പോകുന്നത് നോക്കി ഫോൺ മേശമേൽ വെച്ചു. അപ്പോഴേ മെസ്സേജ് വന്നു, വേറെ നമ്പർ. താൻ എന്തിനാ നമ്പർ ബ്ലോക്കാക്കിയത്? എന്റെ ഫോൺ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. തിരിച്ചയച്ചു. ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. 2-3 ദിവസമായി തുടങ്ങിയിട്ട്. എത്ര പറഞ്ഞാലും നാണവുമില്ല. താൻ മെസ്സേജ് അയച്ചല്ലോ. അനിയത്തി അയച്ചതെന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. പിന്നെ അതേ പിടിച്ചു തൂങ്ങും. അയച്ചെങ്കിൽ കണക്കായി പോയി. താൻ കൊണ്ട് കേസ് കൊടുക്ക്.
ഇങ്ങോട്ട് പറയുന്നതിന് തിരിച്ചു മറുപടി കണക്കിന് കൊടുത്തുകൊണ്ടിരുന്നു. സ്പീഡ് കുറവാണ്, എങ്കിലും അയച്ചു. ചേച്ചി കഴിക്കാൻ വിളിച്ചു. അഭി വന്ന് വിളിച്ചു. ഫോൺ മേശമേൽ വെച്ച് സൈലന്റ് ആണോന്ന് ഒന്നുകൂടി നോക്കി കഴിക്കാൻ പോയി. കൈ കഴുകി എല്ലാവരും ഇരുന്നു. അമ്മയും വിളമ്പി തന്നിട്ടിരുന്നു. കഴിക്കുമ്പോൾ തീർത്ത നിശബ്ദത. പരസ്പരം സംസാരിക്കില്ല. എന്തിന് വായിലിട്ട് ചവയ്ക്കുന്ന ശബ്ദം പോലും കേൾപ്പിക്കില്ല. അപ്പ അടുക്കും ചിട്ടയോടും കൂടിയാണ് ഞങ്ങളെ മൂന്നിനെയും വളർത്തിയത്. പക്ഷേ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ തിരിച്ച് മൂന്നെണ്ണം പറയുന്ന സ്വഭാവമാണ് ഞങ്ങളുടെ മൂന്നിന്റെയും. അപ്പായുടെ മുന്നില് പൂച്ചക്കുട്ടികളും. പ്രണയാഭ്യർത്ഥനകളൊക്കെ വന്നിട്ടുണ്ട്. ഒരു നേരം പോക്കിന് തിരിച്ച് ചുമ്മാ നോട്ടമല്ലാതെ സീരിയസ് ആയിട്ട് ഒന്നും തോന്നിയിട്ടില്ല. കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകി വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അമ്മയുടെ കൂടെ അടുക്കളയും ഒതുക്കി വേഗം റൂമിലേക്ക് വന്നു. വേഗം ഫോൺ എടുത്ത് നോക്കി എന്തേലും മെസ്സേജ് വന്നിട്ടുണ്ടോന്ന്. ആമിയും അഭിയും ഇരുന്ന് പഠിക്കുന്നുണ്ട്. 2 മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. ഒന്ന് സോറി, രണ്ടാമത്തെ ഫ്രണ്ട്സായി ഇരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഹായ് അയക്ക്. അപ്പോ തോൽവി സമ്മതിച്ചു. സോറി ഒക്കെ ഫോണിലേക്ക് നോക്കി ഓർത്തു. ഹായ് അയക്കണോ? വേണ്ട, ചുമ്മാ കയറി കിടന്നു. ഫോൺ കയ്യിൽ തന്നെയുണ്ട്. ഒരു ഹായ് അയച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. പിന്നെ ഫോൺ എടുത്ത് ടൈപ്പ് ചെയ്തു. അറിയാത്ത ഒരാൾ എങ്ങനെയാ ഫ്രണ്ടാക്കുക? കുറെ നേരം ആലോചിച്ചു സെൻഡ് ആക്കണമെന്ന്. പിന്നെ രണ്ടും കൽപ്പിച്ച് സെൻഡ് ചെയ്തു. പിന്നെ തിരിച്ച് എന്താകും മറുപടി എന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു. ഫോണിലേക്ക് തന്നെ നോക്കിക്കിടന്നു. 10 മിനിറ്റ് കഴിഞ്ഞാണ് മറുപടി വന്നത്. സ്കൂളിലും കോളേജിലൊക്കെ ആദ്യമായി കാണുന്നവരെല്ലാം അറിഞ്ഞോണ്ടാണോ ഫ്രണ്ട്സ് ആക്കുന്നത്? മെസ്സേജ് കണ്ടപ്പോൾ ചുണ്ടിന്റെ കോണിൽ അറിയാതെ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. അപ്പോഴേക്കും അടുത്ത മെസ്സേജ് വന്നു. കഴിച്ചോ? തിരിച്ചൊരു മൂളിച്ച മാത്രം നൽകി. താൻ എന്താ ചെയ്യുന്നത്? അടുത്ത മെസ്സേജ് വന്നു. ഞാൻ പഠിക്കുന്ന കോളേജിലെ സീനിയർ ചേട്ടായിയാണെന്നല്ലേ ആ ചേച്ചി പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽസ് പറയണ്ട. ഞാൻ പഠിക്കുക, അത്രമാത്രം പറഞ്ഞു. എവിടെ? എന്തിന്? അടുത്ത ചോദ്യം. അറിഞ്ഞിട്ട് എന്തിനാ? എങ്കിലും പറയണ്ട. ഞാൻ കണ്ടുപിടിച്ചു വന്നാ എന്തു ചെയ്യും? മറുപടി കണ്ടപ്പോൾ മനസ്സിലോർത്തത് പറഞ്ഞതുപോലെ അറിയാതെ ഒന്ന് ചിരിച്ചു. തനിക്ക് വാട്സപ്പ് ഉണ്ടോ? ഇല്ല. ഫേസ്ബുക്ക്? ഇല്ല. ആഹാ, കൊള്ളാലോ. ഇന്നത്തെ കാലത്ത് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഇല്ലാത്തവരുണ്ടോ? മറുപടി ഒന്നും പറഞ്ഞില്ല. ആമിയും അഭിയും പഠിത്തം കഴിഞ്ഞ് തന്റെ 2 സൈഡിലും വന്ന് കിടന്നു. ഉറങ്ങിയോ? മെസ്സേജ് കണ്ടെങ്കിലും മറുപടി ഒന്നും പറഞ്ഞില്ല. ഗുഡ് നൈറ്റ്. തിരിച്ച് ഗുഡ് നൈറ്റ് പറയാൻ തോന്നിയില്ല. മനസ്സിലെന്തോ ഒരു അസ്വസ്ഥത. വേണ്ടായിരുന്നു. മെസ്സേജ് എല്ലാം ഡിലീറ്റ് ആക്കി. ആരാ ചേച്ചി? മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്ന കണ്ടിട്ടാണെന്ന് തോന്നുന്നു അഭി ചോദിച്ചത്. ഫ്രണ്ട് പറഞ്ഞുകൊണ്ട് ഫോൺ കൈയെത്തിച്ച് മേശമേൽ വെച്ചു. വഴക്ക് പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു. ആമി മിണ്ടാതെ കണ്ണടച്ച് കിടന്നു. അവളെ കെട്ടിപ്പിടിച്ചു. അഭി എന്നെയും കെട്ടിപ്പിടിച്ചു. ഇടയ്ക്ക് അഭി പുതപ്പെടുത്ത് 3 പേരുടെയും ദേഹത്തേക്കിട്ടു. രാവിലെ എഴുന്നേറ്റു. സമയം 6 മണി. വീട്ടിലുള്ളപ്പോൾ അമ്മയുടെ കൂടെ അടുക്കളയിൽ കയറും. എഴുന്നേറ്റ് അഭിയെയും ആമിയെയും നന്നായി പുതപ്പിച്ചു. ചുമ്മാ ഫോൺ എടുത്ത് നോക്കി. ഒരു മെസ്സേജ്. ഗുഡ് മോർണിംഗ്. മെസ്സേജ് വന്ന സമയം നോക്കി. 5:45. ഇയാൾക്ക് ഉറക്കമില്ലേ? തിരിച്ചൊരു മോർണിംഗ് അയച്ചു. ഫോൺ അവിടെ തന്നെ വെച്ച് അടുക്കളയിലേക്ക് ചെന്നു. അമ്മയും എഴുന്നേറ്റിരുന്നു. അടുക്കള വഴി പുറത്തേക്കിറങ്ങി. എല്ലാവരുടെയും ബ്രഷ് ഒരിടത്ത് കപ്പിലിട്ട് വെച്ചിരിക്കുന്നു. തൻ്റെ തിരഞ്ഞെടുത്ത് വെള്ളത്തിലൊന്ന് മുക്കി ബ്രഷിലേക്ക് പേസ്റ്റ് തേച്ച് പല്ല് തേച്ചു. എല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നു. അടുക്കള കതകിൽ വിരിച്ചിട്ടിരുന്ന തോർത്തിൽ മുഖം തുടച്ചു. അമ്മ എടുത്തു വെച്ച കാപ്പി എടുത്ത് ഊതി കുടിച്ചു. പിന്നെ അമ്മയുടെ കൂടെ ഓരോ പണിയിലേക്കും കറികളൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ തന്നെ പഠിച്ചിരുന്നു. അമ്മയ്ക്ക് മേലാതിരുന്ന സമയത്ത് പഠിച്ചതാണ് അതൊക്കെ. പിന്നെ മുറ്റവും പെരയും ഒക്കെ അടിച്ചു വാരി. ഓരോ ജോലിക്കിടയിലും ഓടി വന്ന് ഫോൺ നോക്കും. എന്തിനാണ്? സ്വയം ചോദിച്ചു. ഉത്തരമില്ല. അപ്പ 8 മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ച് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണോപതിയുമായി പോകും. ജോലിയെല്ലാം തീർത്ത് റൂമിൽ വന്നിട്ട് രണ്ടിനെയും വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഫോൺ ചുമ്മാ ഒന്ന് എടുത്തു നോക്കി. മെസ്സേജ് വല്ലതും വന്നു കാണുമോ എന്നറിയാൻ ഒരു ത്വര. ഒരു ദിവസം കൊണ്ട് തനിക്ക് ഇത്രയും മാറ്റമോ? മെസ്സേജ് 2 എണ്ണം ഉണ്ട്. എഴുന്നേറ്റോ? ചായ കുടിച്ചോ? എഴുന്നേറ്റു, കുടിച്ചു. എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴാണോ എണീറ്റത്? അപ്പോ നല്ല കുട്ടിയാണല്ലോ. നേരത്തെ എഴുന്നേൽക്കുമല്ലേ? മറുപടി ഒന്നും പറഞ്ഞില്ല. പകരം ആ മെസ്സേജ് ഒന്നുകൂടെ വായിച്ചു. ഒരു സന്തോഷം. ഞാൻ എഴുന്നേൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഉണർന്നപ്പോൾ ഒരു മോർണിംഗ് അയച്ചതാ. എങ്കിൽ ശരിയടോ, പിന്നെ കാണാം. മെസ്സേജിനൊപ്പം ഒരു ഇമോജിയും. അങ്ങോട്ട് ഇമോജിയൊന്നും അയക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് സപ്പോർട്ടാകും. 2 ദിവസത്തെ അവധിക്ക് ശേഷം ഞാനും സഞ്ജനയും കോളേജിലേക്ക്. ഇന്നു മുതൽ അപർണയും ഹോസ്റ്റലിലുണ്ട്. 2 ദിവസം ചെറിയ രീതിയിൽ റോങ് നമ്പറുമായി ചാറ്റ് ചെയ്തു. സഞ്ജനയോട് ഒന്നും പറഞ്ഞില്ല. രാവിലെ നേരത്തെ വന്നു. ബാഗൊക്കെ ഹോസ്റ്റലിൽ വെച്ച് നേരെ കോളേജിലേക്ക്. കോളേജ് ഗ്രൗണ്ടിലേക്ക് കയറിയതേ ഒരു വാഗമരത്തിന്റെ ചുവട്ടിലെ സിമന്റ് ബെഞ്ചിൽ ഞങ്ങളെ കാത്തിരിക്കുന്ന ആദം, കിരൺ, അപർണ. അവരെ നോക്കി കൈയുയർത്തി കാണിച്ച് മുന്നോട്ട് നടന്നപ്പോൾ മുന്നിൽ ആരോ തടസ്സം കയറി നിന്നു.
അദ്വിക്. ബ്ലാക്ക് ഷർട്ടും അതേ കരയുള്ള വെള്ളമുണ്ടും, നീളൻ മുടി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. ഡ്രിം ചെയ്ത് ഒതുക്കിയ താടി. ഞാനും മാറിൽ കൈകെട്ടി നിന്നു. അദ്വിക്കിന്റെ ഫ്രണ്ട്സ് അവന്റെ പുറകിൽ നിൽപ്പുണ്ട്. ഒരു സൈഡിൽ മഹിയും കൂട്ടരും കാഴ്ചക്കാരായി. ചുറ്റും കൂടിയ പെൺകുട്ടികളിൽ പലരുടെയും കണ്ണുകൾ അദ്വിക്കിലാണെന്ന് മനസ്സിലായി. നമ്മൾ തമ്മിൽ ഒരു കടം ബാക്കിയുണ്ടല്ലോ ഉണ്ണിമാങ്ങേ. ചുറ്റും നിന്നവർ ചിരിക്കാൻ തുടങ്ങി. അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി. ആദിലും കിരണും അപർണയും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോ കൊച്ചു ചേട്ടനൊന്ന് മനോഹരമായിട്ട് പ്രപ്പോസ് ചെയ്യ്. അയ്യോ ചേട്ടാ, ചേട്ടൻ എന്താ കഴിഞ്ഞ ദിവസം വരാതിരുന്നത്? അന്ന് ഞാൻ ഐ ലവ് യു എന്ന് പറയാൻ വന്നതാ. പക്ഷെ ഇനി എന്ത് ചെയ്യാനാ? ചേട്ടൻ തന്നെയല്ലേ കഴിഞ്ഞ ദിവസം പറയണമെന്ന് പറഞ്ഞത്? അവനെ കളിയാക്കുന്ന പോലെ അവൾ പറഞ്ഞു. അത് സാരയില്ല, മോളിപ്പോ പറഞ്ഞു. പറഞ്ഞില്ലെങ്കിൽ? ഞാനത് പറഞ്ഞപ്പോൾ മഹിയും കൂട്ടരും അദ്വിക്കിനെ നോക്കി കൂവി. നീ പറയും. അവൻ ഭീഷണിയുടെ ശബ്ദത്തിൽ മഹിയെയും കൂട്ടരെയും നോക്കി പറഞ്ഞു. എന്റെ പേര് വാമിക എന്നാണേല് പറയില്ല. ഉറച്ച ശബ്ദത്തിൽ വാശിയോടെ അവൾ പറഞ്ഞു. എന്റെ പേര് അദ്വിക് എന്നാണേല് നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിച്ചിരിക്കും. ആ എങ്കിലൊന്ന് ശ്രമിച്ചു നോക്ക്. ഞാൻ നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞാ നീ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും. എങ്കിൽ നമുക്ക് കാണാം. ഓ ആയിക്കോട്ടെ. അവള് മുന്നോട്ട് നടന്നു പോകുന്നവനെ നോക്കി വിളിച്ചു പറഞ്ഞു. ഒന്നുകൂടെ അവനെ നോക്കിയപ്പോൾ കണ്ടു കൂട്ടുകാരോട് എന്തോ പറഞ്ഞു ചിരിച്ച് മുണ്ടിന്റെ ഒരറ്റം അല്പം ഉയർത്തിപ്പിടിച്ച് നടക്കുന്നവനെ. ഒരു ഐ ലവ് യു പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ആ ചേട്ടൻ ശല്യത്തിനൊന്നും വരികയില്ല. പിന്നെന്താടി? സഞ്ജനയാണ്. ഓ പിന്നെ ഒന്ന് പോയടി, എനിക്കെങ്ങും പറ്റില്ല. മതി മതി, അത് വിട്. വാ നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഓരോ കോഫി കുടിക്കാം, ആദിൽ പറഞ്ഞു. ഞാനെങ്ങും ഇല്ല. എന്റെ വാമി, പൈസ ഞാൻ കൊടുത്തോളാം, അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ആദിൽ പറഞ്ഞു. അത് അത്ര വേഗം വളയുന്ന കിളിയല്ല മഹി. ആദിൽ വലിച്ചുകൊണ്ടു പോകുന്ന വാമിയെ നോക്കി അൻഡോ പറഞ്ഞു. മഹിയുടെ കണ്ണുകൾ അപ്പോഴും അപർണയോടും സഞ്ജനയോടും ആദിലിനോടും വരുണിനോടും ഒപ്പം കളിച്ചു ചിരിച്ചു പോകുന്നവളിലായിരുന്നു. കൂടെ ഉള്ളവളും കൊള്ളാം അല്ലേടാ? കൂടെ ഉള്ളതിനെയല്ല, അവളെ വാമികയെ വേണം. അതിനവളൊന്ന് പിടിതരണ്ടേ? ഒരു ഫ്രണ്ട്ഷിപ്പിന് പോലും താല്പര്യമില്ല അവൾക്ക്. നമുക്ക് നോക്കാം. ഡാ, എന്നാലും നീ അവന്റെ അനിയനെ പിടിച്ച് രാഗ ചെയ്യണ്ടായിരുന്നു. അവൻ നിന്റെ അനിയനല്ലേ? എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ. ഇവിടെ ആർക്കും അതറിയില്ല. നീ ആയിട്ട് കൊട്ടിഘോഷിക്കണ്ട. എന്താടാ മഹി, ശരിക്കും നീയും അദ്വിക്കും തമ്മില്? രണ്ടുപേരും ആങ്ങള പെങ്ങന്മാരുടെ മക്കളും. അതൊന്നും നീ അറിയണ്ട. വാ. മഹി അൻഡോയുടെ തോളിലൂടെ കൈയിട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. ഓ ആയിക്കോട്ടെ. നീ ആദിലിനെ റാഗ് ചെയ്തെന്ന് അവൻ വീട്ടിൽ പോയി പറയില്ലേ? ഇല്ലടാ, അവന്മാര് പറയില്ല. ഞങ്ങളുടെ ഇടയിൽ ഇത്തരം പ്രശ്നങ്ങൾ വീട്ടുകാരറിയില്ല. അവന്മാര് പറയില്ല. ഞാനും. എനിക്ക് അദ്വിക്കിന് മുന്നിൽ ജയിക്കാൻ ഞാൻ എന്തും ചെയ്യും. ഫോണിൽ മെസ്സേജ് ശബ്ദം കേട്ട് മഹി ഫോൺ എടുത്ത് നോക്കി ഒന്ന് ചിരിച്ചു. എന്താടാ? 2 ദിവസമായിട്ട് ഫോണിൽ കളി കുറച്ച് കൂടുതലാണേ. വല്ല കിളികളും കൊത്തിയോ? ഹാ, ഒരെണ്ണം കൊത്തി. ഒരു താളത്തിൽ അവൻ പറഞ്ഞു. തുടരും. അടുത്ത പാർട്ടായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.